20 കൊല്ലത്തിന് മുമ്പ് 20 കൊല്ലത്തിന് ശേഷം. 20 കൊല്ലത്തിന് മുമ്പ് കല്യാണപ്പേരെ ചെന്നാൽ, സൽക്കാരത്തിന് ചെന്നാൽ, വയതിന് ചെന്നാൽ, മഹല്ല് സംഗമത്തിന് ചെന്നാൽ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി 20 കൊല്ലത്തിന് ശേഷം ചില കാര്യങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ബഹുമാനം നഷ്ടപ്പെടുന്നു. ബഹുമാനമില്ല, ആർക്കും ആരെയും ബഹുമാനമില്ല. എന്തിനാ ഞാൻ അവനെ ബഹുമാനിക്കണത്? ബഹുമാനം നഷ്ടപ്പെട്ടാൽ മനുഷ്യന്ന് മാത്രമല്ല ഒരു സാധനം ഉപകാരം ചെയ്യില്ല. നമ്മുടെ കീശയിലുള്ള പേനയോട് ബഹുമാനമില്ലെങ്കിൽ ആ പേന നമുക്ക് ഉപകാരം ചെയ്യൂല. ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. പണത്തോട് ബഹുമാനമില്ലെങ്കിൽ പണം ഉപകാരം ചെയ്യൂല. മക്കളോട് ബഹുമാനമില്ലെങ്കിൽ മക്കൾ ഉപകാരം ചെയ്യൂല. ഭാര്യയോട് ബഹുമാനമില്ലെങ്കിൽ ഭാര്യനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഭർത്താവിന് ബഹുമാനമില്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. കേരളത്തിലെ സയ്യിദന്മാർ അതിൽ വലിയൊരു മാതൃകയാണ്. ചെറിയ കുട്ടികളാണെങ്കിലും നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിക്കുള്ളൂ, ഇജി എന്ന് പറയില്ല. നമ്മൾ നിക്കാഹിന്റെ സമയത്ത് പെണ്ണിന്റെ പേര് അറിയണമെങ്കിലും ഓള് എന്നേ പറയുള്ളൂ, അല്ലാതെ അവർ എന്ന് പറയില്ല. സെലീന എന്നവളെന്നേ പറയുള്ളൂ, സെലീന എന്നവരെ എന്ന് പറയില്ല. ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടായിട്ടല്ല. ബഹുമാനം എന്ന് പറയുന്നൊരു സംഗതി നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട്. പള്ളിയിൽ മുസ്ഹഫ് വെക്കുന്ന സ്ഥലം വരെ അരക്ക് താഴെയാണ്. പഴയ കാലത്ത് ഓതാൻ പോകുമ്പോൾ മുസ്ഹഫ് ഇടാൻ ഒരു പ്രത്യേക ഉറ ഉണ്ടാവും, ഒരു മൂലക്കുള്ളൊരു ഉറ. ആ ഉറയിലിട്ടിട്ട് അതിൻ്റെ കയറുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് മാറത്തോട് ചേർത്ത് പിടിച്ചാണ് ഓതാൻ പോവുക. അതുകൊണ്ട് ഓൽക്കൊക്കെ ഓതാൻ കിട്ടും ചെയ്തിരുന്നു. ഇന്ന് മദ്രസക്ക് പോകുമ്പോൾ വരെ ചന്തിക്ക് താഴെ തൂങ്ങി നിൽക്കുന്ന സ്കൂൾ ബാഗാണ്. ബഹുമാനമില്ലാത്തൊരു സാധനം ഉപകാരം ഉണ്ടാവില്ല. വലിയൊരു സത്യമാണത്. ഏത് സാധനത്തെയും ബഹുമാനിക്കണം. മദ്രസയെ ബഹുമാനമില്ലെങ്കിൽ മദ്രസിനെ കൊണ്ട് കാര്യമില്ല. സ്കൂളിനെ ബഹുമാനമില്ലെങ്കിൽ സ്കൂളിനെ കൊണ്ട് കാര്യമില്ല. ഉസ്താദിനെ ബഹുമാനമില്ലെങ്കിൽ ഉസ്താദിനെ കൊണ്ട് കാര്യമില്ല. മാഷ ബഹുമാനമില്ലെങ്കിൽ മാഷെ കൊണ്ട് കാര്യമില്ല. قال النبي من خفف الأستاذ ثلاث بلوى قد بلت المهذا أولها نسيان ما تألم منه وفوت الرزق سوء الخاتمة. قال النبي നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ ഖഫഫൽ ഉസ്താദ, ഒരാൾ ഗുരുവിനെ നിസാരമാക്കിയാൽ സലാസു ബൽവ, 3 പരീക്ഷണങ്ങൾ ഖദ് ബലത്തിൽ മീത, വിദ്യാർത്ഥി നേരിടേണ്ടി വരും. ഗുരുവിനെ നിസാരാക്കിയാൽ 3 അടങ്ങേറുണ്ടാവും, വല്യടങ്ങേറ്. 1, നിസ്യാനുമാ തഅല്ലമ മിൻഹു, അവനിൽ നിന്ന് പഠിച്ചത് മറന്നുപോകും. 2-മത്തേത് ഫൗത്തുർ റിസ്ഖി, ജീവിതത്തിന്റെ വഴികൾ തടയപ്പെടും. 3-മത്തേത് സൂഉൽ ഖാത്തിമ, അന്ത്യം ചീത്തയായി മരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ്, ഒരാൾ ഗുരുവിനെ നിസ്സാരമാക്കിയാൽ 3 അടങ്ങേറുണ്ടാവും. 1, നിസ്യാനുമാ തഅല്ലമ മിൻഹു, അവനിൽ നിന്ന് പഠിച്ചത് മറന്നുപോകും. 2-മത്തേത് ഫൗത്തുർ റിസ്ഖി, ഒജീനം തടയപ്പെടും. സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല, അന്ന് പൂട്ടേണ്ടി വരുന്നു. ടീച്ചറെ മഷി കുടഞ്ഞാല് എന്നർത്ഥം. അതാണ് ഗുരുവിനെ നിസ്സാരാക്കുക പറഞ്ഞാല്. മാഷെ തോണ്ടിയാല്, ഇന്ന് കുട്ടികൾ സ്കൂളിലുള്ള മാഷന്മാർക്ക് കിച്ചണിലുള്ള എല്ലാ സാധനത്തിൻ്റെയും പേരാണ് പറയുക, ഒറിജിനൽ പേര് പറയില്ല. വെണ്ടക്ക, തക്കാളി, ഇങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ കിച്ചണിലുള്ള സാധനങ്ങളുടെ പേരാ വിളിക്കൽ. അങ്ങനെ വിളിച്ചാലേ ജീവിക്കാനുള്ള വഴി തടയപ്പെടുന്നതാണ്. ഒരു ഡോക്ടർ കിഡ്നി കച്ചവടാക്കി എന്ന് പറഞ്ഞു കേട്ടാൽ ഉടനെ അന്വേഷിക്കാൻ ടീച്ചറെ മഷി കുടഞ്ഞിട്ടുണ്ടാവും പരീക്ഷയ്ക്ക് വന്നപ്പോൾ. മഷി കുടയൽ എന്നുള്ളതൊരു സാങ്കേതിക പ്രയോഗമാണ്, ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവും എന്നർത്ഥം. ഗുരുവിനെ നിസ്സാരമാക്കിയവനല്ലാതെ ജീവിതത്തിന്റെ വഴികൾ തടയപ്പെടുകയില്ല. 3-മത്തെ സൂഉൽ ഖാത്തിമയാണ്, അന്ത്യം ചീത്തയായി മരിക്കുക. മരണം നന്നാകുക, കേടുവരിക. എപ്പോഴാണ് മരണം നന്നാകുക, എപ്പോഴാണ് കേടുവരിക? ഒരാൾ മരിച്ചു, നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയാണ്, എന്തോ ഒരു നല്ല മരണല്ലേ, മരിച്ചു എന്നത് തോന്നൂല, മോത്തൊക്കെ അങ്ങനെ നോക്കിയാൽ ചിരിച്ചിങ്ങനെ കിടക്കുന്നത് പോലെ തോന്നുന്നു എന്ന് നാട്ടുകാരൊക്കെ പറയുകയാണെങ്കിൽ അത് നല്ല മരണത്തിന്റെ ഒരു അടയാളമാണ്. ഒരാൾ മരിച്ചു, നാട്ടുകാരൊക്കെ പറയുകയാണ് ഇനിയിപ്പോൾ ഒന്നും മുണ്ടണ്ട, മരിച്ചു പോയില്ലേ എന്നാണ് പറയുന്നതെങ്കിൽ നല്ല മരണമല്ല എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഒരാൾ മരണപ്പെട്ടു, ജനങ്ങൾ അവനെക്കുറിച്ച് എന്താണോ അഭിപ്രായം പറയുന്നത് അതാണ് നന്മയുടെയും തിന്മയുടെയും അടയാളമായി പരിഗണിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ മരിക്കുമ്പോൾ നമ്മളെ പറ്റി നല്ല അഭിപ്രായം ആൾക്കാർ പറയണം, അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആൾക്കാർ ഇപ്പം എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ എന്നുള്ളതല്ല, ആൾക്കാർ നല്ലത് പറയാന്നുള്ളത് പ്രധാന കാര്യം തന്നെയാണ്. അന ഇൻദ അബ്ദി ബി, എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്ത് പറയുന്നുവോ ഞാൻ അങ്ങനെയാണ് എന്ന് ഖുദ്സിയൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ബഹുമാനവും ആദരവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നൂല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാം, പ്രത്യേകിച്ച് ഗൾഫ് ഫാമിലിയിലാണ് ബഹുമാനം പറ്റ കുറഞ്ഞു വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഗൾഫിലൊക്കെ ചെന്നിട്ട് എന്തൊക്കെ കുട്ടിയെ വിശേഷം എന്ന് ചോദിച്ചാൽ നല്ല സുഖമാണ്, റാഹത്താണ്,
ഫാമിലിയൊക്കെ സുഖം തന്നെ അല്ലേന്ന് ചോദിച്ചാൽ ഓ ഫാമിലിയൊക്കെ ഭയങ്കര റാഹത്താണ്, ഓലൊക്കെ ഇവിടെ ഉണ്ട് അറിയും. ഏത് ഗൾഫിലുണ്ട് എന്ന്. ഉമ്മ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉമ്മ ഉണ്ടാവില്ല, കാരണം ഉമ്മാനെ ഫാമിലിയിൽ എണ്ണീട്ടില്ല. വാപ്പ ഉണ്ടോ? വാപ്പല്ല, വാപ്പ നാട്ടില്ല. അപ്പോൾ വാപ്പാനെയും ഫാമിലിയിൽ എണ്ണീട്ടില്ല. നമ്മൾ ഫാമിലി എന്ന് പറയുമ്പോൾ ആകെ എണ്ണുന്നത് ഭാര്യയും മക്കളെയും മാത്രമാണ്. വാസ്തവത്തിൽ ഉമ്മയും ഫാമിലിയാണ്, വാപ്പയും ഫാമിലിയാണ്. ഞാൻ അവിടെ നിന്നുള്ള പെങ്ങന്മാർ, ജ്യേഷ്ഠന്മാർ, അഞ്ചന്മാരൊക്കെ വിട്ടാളി, എന്നാലും വാപ്പാനും മാനും കൂട്ടാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. നമ്മൾ ഫാമിലിയിൽ അതും കൂട്ടലില്ല. നമുക്ക് വളരെ ചെറിയ ഫാമിലിയെ കുറിച്ചാണ് സംസാരം. എന്നിട്ടൊരു 20-20 റൂമാണ് ആകെ ഉള്ളത് ഗൾഫിലെ. ഇവിടെ വലിയ പേരുണ്ടാവും, ഇട്ടുകാണ്ട് പൊയ്ക്കാണ്. 20-20 ആകെയുള്ള ഒരു റൂം. അതിൽ തന്നെ കറക്റ്റ് ഇട്ടുകാണ്ട് പകുതി കിച്ചണാണ്, പകുതി സിറ്റ് ഔട്ടാണ്, കുറച്ച് ഡൈനിങ് ഹാളാണ്, കുറച്ച് ബെഡ്റൂമാണ്. എന്നിട്ട് അതിൽ കുട്ടികളും വാപ്പയും കൂടി ഒന്നിച്ചൊരു പായിൽ കിടന്നുറങ്ങിയാലേ ഈ കുട്ടികൾക്ക് പിന്നെ അങ്ങനെ അതവും മര്യാദ ഉണ്ടാകുക. പള്ളിക്ക് കുട്ടികളെ കൊണ്ടോണ്ടാന്ന് ഞാൻ പറയണില്ല, പക്ഷെ കൊണ്ടോണത് അതവ് പഠിപ്പിക്കാനായിരിക്കണം, എന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ ജുമാന്റെ നേരത്തെ അവര് സഫ് കൂടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടാനാണെങ്കിൽ കൊണ്ടുപോയത് നഷ്ടം. അതവുകേട് പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? അത് പഠിപ്പിക്കാനുള്ള കൊണ്ടോണ്ട്. മൗലിദിന്റെ സാസ് കൊണ്ടുപോകേണ്ട തന്നെയാണ്, പക്ഷെ സാസ് കൂടി അങ്ങനെ നീച്ചടക്കാനൊന്നും സമ്മതിക്കരുത്. ഒരു ഭാഗത്ത് ഇരിക്കാൻ വേണ്ടി പറയണം, അത് പഠിപ്പിക്കണം. വിവരത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് അതബ് എന്ന് പറഞ്ഞത്. വിവരം പഠിപ്പിച്ചാൽ ഉണ്ടാവും, അതവ് പരിശീലിപ്പിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ.